കൃപയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എന്താണ്, ആർക്കും ഉഷാറൊന്നുമില്ലല്ലോ? സ്തുതി തന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ എന്താ പറയാ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയണ്ടേ? എന്നിട്ട് എന്താ ആരൊന്നും മിണ്ടാത്തേ? ടീച്ചർ സ്തുതി തരുമ്പോ തിരിച്ച് ഉറക്കെ പറയണം കേട്ടോ. നല്ല എനർജിയിലൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിടുക്കന്മാരാണ് കേട്ടോ. അത് ചാടി ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും പെട്ടെന്ന്. ഇനി കൈകളൊന്ന് കൂപ്പുക. നമുക്ക് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ഉറക്കെ പറഞ്ഞ് കുരിശ് വരയ്ക്കണം കേട്ടോ. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കണ്ണുകൾ അടയ്ക്കുക കേട്ടോ. സ്നേഹപിതാവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അങ്ങയെക്കുറിച്ച് അറിയുവാനും അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാബല്യമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. ഇരിക്കാട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? സുഖാണോ? സന്തോഷാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുവെന്നും സന്തോഷമായിരിക്കുന്നുവെന്നും ഞാൻ കരുതുകയാണ്. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? നാലാം പാഠം പഠിച്ചു അല്ലേ? അത് കറക്റ്റാ. പാഠത്തിന് ഒരു പേരില്ലേ? എന്തായിരുന്നു പേര് പാഠത്തിന്റെ? ഒന്ന് പറഞ്ഞേ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ അല്ലേ? എന്തായിരുന്നു? ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോ. എന്തിനാണ് ഈശോ വന്നത്? എന്തിനാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. കിട്ടില്ലേ? അപ്പൊ ക്ലാസ്സിലൊന്നും ശ്രദ്ധിച്ചില്ലേ? കുഴപ്പമില്ല, ടീച്ചർ പറഞ്ഞു തരാം. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാനുമാണ് ആര് വന്നത്? ഈശോ വന്നത്. ശരിയല്ലേ? ഇന്ന് നമ്മൾ കാണുന്നത് ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്ന ഈശോയെ കുറിച്ചാണ്. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എന്താണ് ഈ ദൈവിക മഹത്വം? എന്താണ് ഈ ദൈവിക മഹത്വം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞ അറിയോ ആർക്കെങ്കിലും? പെട്ടു. അങ്ങനെയാണ് ചിന്തിക്കണേ? ഇല്ല കേട്ടോ, ടീച്ചർ പറഞ്ഞു തരാം വളരെ സിമ്പിളായിട്ട്. നമ്മളെല്ലാവരും ആരാ? മനുഷ്യന്മാരാണല്ലേ? നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഈശോ ആരാ? ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവപുത്രനാണ്. നമ്മൾക്കൊക്കെ, ഈ മനുഷ്യരായ നമ്മൾക്കൊക്കെ പല കഴിവുകളുണ്ട്. എന്തൊക്കെ കഴിവുകളാണ് നമുക്കുള്ളത്? നമ്മൾ നന്നായിട്ട് പഠിക്കും, ചില കുട്ടികൾ നന്നായിട്ട് പാട്ട് പാടും, ചിലവർ നന്നായിട്ട് ഡാൻസ് ചെയ്യും, ചിലവർ നന്നായിട്ട് ഒന്ന് ചിരിക്കും അല്ലെ? ഇതൊക്കെ നമുക്കുള്ള കഴിവുകളാണ്. നിങ്ങൾ ബീച്ചിലൊക്കെ പോവാറുണ്ടല്ലേ? ബീച്ചിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങാറുണ്ടോ? തിരമാലയ്ക്ക് ഇങ്ങനെ ആഞ്ഞടിച്ച് വരണ കാണാൻ എന്ത് ഭംഗിയാലേ? ഇത് കാണുമ്പോൾ ഈ തിരമാലയുടെ മുകളിലൂടെ, കടലിന്റെ മുകളിലൂടെ നടക്കാൻ തോന്നാറുണ്ട്. എന്നിട്ട് നടക്കാൻ പറ്റാറുണ്ടോ? പറ്റാറില്ല അല്ലെ? നല്ല ശക്തിയിൽ ഒരു തിര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഓടി ഇങ്ങോട്ടേക്ക് കയറും, കരയിലേക്ക് ഓടിക്കയറും. അല്ലെങ്കിലോ ആ തിരയടിച്ച് നമ്മളവിടെ പതുക്കെ ഒന്ന് വീണു പോകും, അല്ലെങ്കിൽ ഒന്ന് ഇരുന്നു പോകും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരും അമ്മ അല്ലെ? നല്ല ടേസ്റ്റുള്ള, നല്ല രുചിയുള്ള കറികളൊക്കെ അമ്മ റെഡിയാക്കി തരും. അമ്മ ഒരു ദിവസം നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല മീൻകറി വെച്ചേക്കാണ്. അപ്പോൾ ഊണിന്റെ ഒക്കെ ഏകദേശം ഒരു സമയമായിപ്പോ നമ്മളെ അറിയാതെ, നമ്മളെ അറിയിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാർ വന്നു. ഒരു 5-10 ആളുണ്ടെന്ന് കരുതുക. നമ്മുടെ വീട്ടില് അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാനല്ലേ നമ്മൾ പറയാ? ദേ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂട്ടോ എന്ന് പറയും. പക്ഷേ അതിനുള്ള കറി തികയില്ല അല്ലെ? നമ്മുടെ വീടുകളിൽ കൂടി വന്ന 5 ആളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മുടെ അമ്മ അതിൽ കുറെ വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. പക്ഷേ ആ വന്നത് 25, 30, 100 ആളാണെങ്കിലോ അമ്മ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷേ ടീച്ചർ നേരത്തെ പറഞ്ഞു കടലിന്റെ മുകളിലൂടെ നടക്കാൻ നമുക്ക് പറ്റില്ല എന്ന്. പക്ഷേ ഈശോ നടന്നിട്ടുണ്ടല്ലേ? ഈശോ കടലിന്റെ മുകളിലൂടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞു. അമ്മയ്ക്ക് പറ്റില്ല, ഒരു 100 ആളോ ഒക്കെ വന്നാ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈശോ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ?
അപ്പോ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ബുദ്ധിയില് ചിന്തിക്കാൻ പോലും പറ്റാത്ത, മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈശോ തൻ്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്തിയത്. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം അതാണ്. പാഠം 5, ദൈവിക മഹത്വം വെളിപ്പെടുത്തിയ ഈശോ. കിട്ടിയില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞ പാഠത്തിന്റെ പേര് ദൈവിക മഹത്വം വെളിപ്പെടുത്തിയ ഈശോ. ഇനി ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ പ്രധാനമായും ഈ പഠിക്കുന്ന പാഠത്തില് യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈശോ എങ്ങനെയാണ് ദൈവിക മഹത്വം വെളിപ്പെടുത്തിയത്? കുറെ അത്ഭുതങ്ങളൊക്കെ ചെയ്തും അടയാളങ്ങൾ ചെയ്തും ഉപമകൾ ചെയ്തും ഒക്കെ, ഉപമകളിലൂടെയൊക്കെയാണ് ഈശോ തൻ്റെ ദൈവിക മഹത്വം മനുഷ്യർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് അല്ലേ? അപ്പൊ ഞാൻ ടീച്ചർ ചോദിക്കുകയാണ്, ഈശോ എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്? ഒന്ന് പറയാമോ? എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്? എത്രയാ? ഉറക്കെ പറയും മക്കളെ. എത്രയുണ്ട്? 5 അല്ല, പിന്നെ 10 അല്ല, 100. അയ്യോ നിർത്തിക്കോ, ഇനി വേണ്ട, ടീച്ചർ തന്നെ പറയാം. പ്രധാനമായും നമ്മൾ സുവിശേഷത്തെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, മത്തായി, മാർക്കോസ്, ലൂക്ക എന്നിവരുടെ സുവിശേഷത്തില് 37 അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. 37. യോഹന്നാന്റെ സുവിശേഷത്തില് പ്രധാനമായും 7 അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങളെയാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിലെ 4 അത്ഭുതങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ പാഠഭാഗത്തില് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ഒരു കാര്യം പറയട്ടെ, എന്തിനാണ് ഈശോ അത്ഭുതങ്ങൾ ചെയ്തേ? എന്തിനു സൂചിപ്പിക്കാനാണ്? അറിയോ ആർക്കെങ്കിലും? അറിയില്ല അല്ലെ? അപ്പൊ ടീച്ചർ പറഞ്ഞു തരാം. അതായത് പ്രപഞ്ച ശക്തികൾക്കും മുകളില് ഈശോയ്ക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. മനസ്സിലായോ മക്കളെ? പ്രപഞ്ച ശക്തികൾക്കും മുകളില് ഈശോയ്ക്ക് അധികാരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈശോയുടെ ഓരോ അത്ഭുതങ്ങളും. അപ്പോ അതിലാദ്യം തന്നെ വസ്തുവിന്റെ മേലുള്ള അധികാരം, അതുപോലെ തന്നെ പ്രപഞ്ച ശക്തികളുടെ മേലുള്ള അധികാരം. മൂന്നാമത് വരുന്നത് നമ്മൾ വ്യാധികളും രോഗങ്ങളുടെ മേലുള്ള അധികാരം. 4ാമത് മനുഷ്യർ ഭയക്കുന്ന, ഏറ്റവും പേടിക്കുന്ന സാധനം എന്താ? മരണമാണല്ലേ? മരണഭയമാണല്ലേ? ഈ മരണത്തിന്റെ മുകളിലും ആർക്കധികാരമുണ്ട്? ഈശോയ്ക്ക് അധികാരമുണ്ട്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അത്ഭുതം ടീച്ചർ പറഞ്ഞു തരാം ഏതാണെന്ന്. ആദ്യം ടീച്ചർ അതിൻ്റെ ഒരു ചിത്രം കാണിക്കാം. അത് ഏത് അത്ഭുതമാണെന്ന് നിങ്ങളൊന്ന് പറയണം. നോക്കിയേ, ഏത് അത്ഭുതമാണെന്ന്? അതിലൊന്ന് നോക്കട്ടാ. എന്തൊക്കെ കാണുന്നുണ്ട്? കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ അതിലൊരു ജാറുണ്ട് അല്ലേ? ഈ കുടം പോലെ, അതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്? ഈശോ ഉണ്ട് അതിൻ്റെ അടുത്ത് അല്ലേ? അപ്പൊ ഒന്ന് കണക്ട് ചെയ്തൊന്ന് നോക്കി, ഏതായിരിക്കും വെള്ളം ജാറിൽ ഇങ്ങനെ ഒഴിക്കണത്? ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊക്കെ കേട്ടേക്കണതാ. ഇനി ടീച്ചർ ഒരു ക്ലൂ തരാം. ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചതിന് ശേഷം ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് നോക്കി. ആരോ പറയുന്നുണ്ടല്ലോ അവിടെ ഇരുന്ന്. ശരിയാണോ? ഉറക്കെ പറഞ്ഞേ. ഏതാണ്? കാനായിലെ കല്യാണം. ഉറക്കെ പറഞ്ഞേ മക്കളെ. കാനായിലെ കല്യാണം. ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചതിന് ശേഷം ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണം. നമ്മളൊക്കെ കല്യാണങ്ങൾക്ക് പോകാറുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ നമ്മൾ കല്യാണത്തിന് പോകും. അതുപോലെ തന്നെ ഈശോയും ശിഷ്യന്മാരും മാതാവും പരിശുദ്ധ അമ്മയും കൂടി ഒരു കല്യാണത്തിന് പോയി. ഗലീലയിലെ കാനായിലായിരുന്നു ഈ കല്യാണം നടന്നിരുന്നത്. ഈശോയും മാതാവും ശിഷ്യന്മാരും കൂടി അവിടെ ചെല്ലുമ്പോൾ കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടം. ആ കല്യാണം നടത്തുന്ന വീട്ടുകാരുടെ ഉള്ളിൽ ഭയങ്കര വിഷമാണ്. മാതാവിന് കാര്യം മനസ്സിലായി. എന്തായിരിക്കും കാര്യം? യഹൂദരുടെ കല്യാണത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ വിഭവം എന്ന് പറയുന്നത് വീഞ്ഞാണ്. ഈ വീഞ്ഞ് ഈ കല്യാണ വീട്ടിൽ തീർന്നുപോയി. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. അത്രയും പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ വീട്ടിലുള്ളവര്. അവരങ്ങനെ ഈ കല്യാണ വിരുന്നിന് മാതാവ് ചെന്ന് ഈശോയുടെ അടുത്ത് പറയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല, അവരെങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പൊ ഈശോ നോക്കിയിട്ട് പറയാണ്, സ്ത്രീയെ, അതിന് എനിക്കും നിനക്ക് എന്താ? എന്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ മാതാവ് തിരിഞ്ഞു നിന്നിട്ട് പരിചാരകരോട് പറയും, അവൻ എന്താ പറയണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ് എന്ന് പറയാണ്. അപ്പൊ ഈശോ പരിചാരകരുടെ അടുത്ത് പറയും, ജാറുകൾ എടുക്കുക, കുടങ്ങൾ എടുക്കുക, അതില് വെള്ളം നിറയ്ക്കാൻ പറയും.
അങ്ങനെ പരിചാരകർ പോയി ജാറ് കൊണ്ടുവന്ന്, അവിടെ ഒരു 6 ജാറ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതിന്റെ വക്കോളം വെള്ളം നിറച്ചിട്ട് കൊണ്ടുവരും. അപ്പൊ ഈശോ പറഞ്ഞു, ഇത് പകർന്ന് കലവറക്കാരുടെ മുമ്പിൽ കൊണ്ടുകൊടുക്കാൻ പറയും. അങ്ങനെ ഇത് പകർന്ന് കലവറക്കാരന്റെ മുമ്പിൽ കൊണ്ടു ചെന്ന് കഴിയുമ്പോൾ കലവറക്കാരൻ പറയും, ഇത് അത്യുത്തമമാണ്, ഉള്ളതില് ഏറ്റവും നല്ല വീഞ്ഞാണ് ഇത് എന്ന് കലവറക്കാരൻ പറയും. അപ്പോൾ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അത്ഭുതം പ്രവർത്തിക്കാൻ ഈശോയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആരാണ്? പരിശുദ്ധ അമ്മ തന്നെയാണ് അല്ലേ? ഈശോയെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അപ്പൊ മക്കളെ, ഈ അത്ഭുതത്തില് നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മൾ എന്താ ചെയ്യണ്ടേ? ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള എളുപ്പവഴി എന്താണ്? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, സുകൃത ജപങ്ങൾ ചൊല്ലണം, കൊന്ത ചെല്ലണം. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതുപോലെ തന്നെ ഈശോയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ പറയുന്നില്ലേ, സ്ത്രീ എനിക്കും നിനക്ക് എന്താണെന്ന് പറയുന്നില്ലേ? അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും ഈശോ അനുസരിക്കില്ല എന്ന്. പക്ഷെ മാതാവിന് അറിയാമായിരുന്നു, ഈശോ ഞാൻ പറഞ്ഞാൽ, ഈ അമ്മ പറഞ്ഞാൽ അനുസരിക്കുമെന്ന്. ഈശോ എന്ത് ചെയ്തു? അവിടെ അനുസരിച്ചു അല്ലെ? അപ്പൊ അനുസരണയുള്ളവരാകണം. മുതിർന്നവരോടും അധ്യാപകരോടും മാതാപിതാക്കളോടും നമ്മൾ അനുസരണയുള്ളവരാകണം. അപ്പൊ ആദ്യത്തെ അത്ഭുതം കിട്ടിയല്ലോ, കിട്ടിയില്ലേ? ഇനി അടുത്തത് ഈശോ ചെയ്ത 2ാമത്തെ അത്ഭുതം, അതാണ് ടീച്ചർ കാണിക്കാൻ പോകുന്ന പടത്തിൽ. ഒന്ന് നോക്കിയേ, എന്തൊക്കെയുണ്ട്? ഒരു കടലുണ്ട്, തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്നുണ്ട്, ഒരു വഞ്ചിയുണ്ട്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. കിട്ടിയല്ലേ? ഏതാണ്? കടലിനെ ശാന്തമാക്കുന്നു. എന്താണ്? കടലിനെ ശാന്തമാക്കുന്നു. അപ്പൊ ഗലീലിലൂടെ ഈശോയും ശിഷ്യന്മാരും ഓരോ ഉപമകൾ പറഞ്ഞും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരു ദിവസം ഈ ഗലീലിയുടെ കടൽ തീരത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇവരൊരു വഞ്ചിയിൽ കയറി. കൂടെ ഈശോ ഉണ്ടായിരുന്നു. ഈശോ ഭയങ്കര ക്ഷീണിതനായിരുന്നു. തലയണയും വെച്ച് ഈ വഞ്ചിയുടെ അമരത്ത് ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പൊ ശിഷ്യന്മാർക്ക് ഈ കടലിനെ പറ്റി അറിയാം, കടലിന്റെ ഗതി അറിയാം. ഇങ്ങനെ ശിഷ്യന്മാർ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നു. ഈ കൊടുങ്കാറ്റില് ഇവരാകെ പേടിച്ചു. ഇവരെന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ഇവർ ഉറക്കെ കരഞ്ഞ് ശിഷ്യന്മാരോട് ഈശോനെ വിളിച്ച് പറഞ്ഞു, ഗുരു നീ ഇതൊന്നും കാണുന്നില്ലേ, ഇതേ ഞങ്ങൾ നശിക്കാൻ പോവാണ്, എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈശോ എഴുന്നേറ്റ് കടലിനെ നോക്കി പറഞ്ഞു, എന്താ പറഞ്ഞേ? അടങ്ങുക, ശാന്തമാകുക. എന്താ പറഞ്ഞേ? കടലിനോടും കാറ്റിനോടും അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞു. അപ്പോ ഉടനടി കാറ്റും കടലും ശാന്തമായി. ഈശോ തിരിഞ്ഞു നിന്ന് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതായത് ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കില്ല, എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? ഞാൻ കൂടെ ഇല്ലേ എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശിഷ്യന്മാരുടെ മറുപടി എന്തായിരുന്നു? അവരെന്താ പറഞ്ഞത്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. എന്താണ് പറഞ്ഞ മക്കളെ? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ഈ അത്ഭുതത്തിൽ നിന്ന്, 2ാമത് നമ്മൾ പഠിച്ച അത്ഭുതത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും പേടിക്കണ്ട. എന്താണ് മക്കളെ? ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും പേടിക്കാനില്ല. ഈശോ കൂടെ ഉണ്ടാവാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അനുസരണയുള്ളവരാകണം, പ്രാർത്ഥിക്കണം. ഈശോയെ കൂടെ ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ടീച്ചർ ഇനി ഈ 2 അത്ഭുതങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എടുത്തു തരുന്നുള്ളൂ. ആദ്യം നമ്മൾ പഠിച്ചത് കാനായിലെ കല്യാണം, 2ാമത് നമ്മൾ പഠിച്ചത് കടലിനെ ശാന്തമാക്കുന്നു. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തില് ഈ അത്ഭുതങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരാം. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് കണ്ണുകളടച്ച് എല്ലാവരും നിവർന്നിരിക്കാം കേട്ടോ. നിവർന്നിരുന്ന് ഒന്ന് കണ്ണുകളടയ്ക്കാം. സ്നേഹനിധിയായ ഈശോയെ, കാനായിലെ കല്യാണ വിരുന്നില് മാതാവിന്റെ അഭ്യർത്ഥന പ്രകാരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അങ്ങ് തയ്യാറായല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും വരാറുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്കൊരു ആശ്രയമായി നീ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വരിക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.